കൂടെ നിന്നാൽ ഫാൽക്കെ അവാർഡ്, എതിർത്താൽ കസ്റ്റംസ് റെയ്ഡ്. കൈകൂപ്പി കൂടെ നിൽക്കുന്നവർക്ക് ഫാൽക്കെ അവാർഡും എതിർക്കുന്നവർക്ക് കസ്റ്റംസ് അല്ലെങ്കിൽ ED റെയ്ഡും. BJP സർക്കാർ പിന്നിൽ വിശ്വാസി സമൂഹമുള്ള മതമേലധ്യക്ഷന്മാർക്കും ഒപ്പം ആരാധക വൃന്ദമുള്ള നടന്മാർക്കും നൽകുന്ന കൃത്യമായ ഒരു സന്ദേശമാണിത്. കൂടെ നിന്നാൽ കൂടെ കൂട്ടും, എതിർത്താൽ പണ്ടാരമടക്കിക്കളയും. ദേശീയതയുടെ ദേശസ്നേഹത്തിന്റെ മറവിൽ വളർത്തുകയോ തളർത്തുകയോ ചെയ്യാം എന്ന് സാരം. മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ചതും ദുൽഖറിന്റെയും പൃഥ്വിയുടെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയതിന് പിന്നിലുള്ള ലക്ഷ്യവും വളരെ സ്പഷ്ടമാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും മോഹൻലാൽ വളരെ നല്ല നടനാണ്, ഇതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് നൽകിയതിൻ്റെ പിന്നിൽ ചില ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് അത് കാത്തിരുന്ന് ഉടനെ തന്നെ കാണാം. ചില നടന്മാരെ ഒതുക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലും ചില രാഷ്ട്രീയ പകപോക്കലുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് കൃത്യമാണ്. ഇട്ടുമൂടാൻ കാശുണ്ടെങ്കിലും 10 രൂപ ടാക്സ് വെട്ടിക്കുവാൻ അവസരമുണ്ട് എന്ന് കേട്ടാൽ ചാടി വീഴുന്ന ഇനങ്ങളാണ് നമ്മുടെ അഭിനയ തൊഴിലാളികൾ. 4, 5, 10 കോടി മുടക്കി വണ്ടി മേടിക്കാൻ കാശുണ്ട്, പക്ഷേ ടാക്സ് അടയ്ക്കുന്ന കാര്യം വരുമ്പോൾ സ്വല്പം പാടാണ്. 1 ലക്ഷം രൂപ ലാഭിക്കാം എന്ന് കേട്ടാൽ പോണ്ടിച്ചേരി നമ്പറാണോ ഹിമാചൽ പ്രദേശ് നമ്പറാണോ എന്നതൊന്നും പ്രശ്നമല്ല, ചാടി വീഴും. ഇതിൻ്റെ പേരിൽ ഒരു 20 ലക്ഷം രൂപ വേണമെങ്കിൽ അവസാനം പിഴയും അടയ്ക്കും. ഓപ്പറേഷൻ നുംകൂർ, അതായത് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി വിൽക്കുന്ന റാക്കറ്റിനെ പിടികൂടുവാനുള്ള കേന്ദ്ര ഏജൻസികൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ നുംകൂർ. ഇപ്രകാരം നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 198 ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. നടന്മാരായ ദുൽഖർ സൽമാനും പൃഥ്വിരാജും അടക്കം ഈ ഇടപാടിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവരുടെ കൊച്ചിയിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് റെയ്ഡ് നടത്തിയത്. വാഹന ഡീലർമാരിൽ നിന്നടക്കം ലഭിച്ച കണക്കുകളിലാണ് 198 വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. ഇതിൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് അധികൃതർ ഇന്ന് പരിശോധിക്കുന്നത്. മുഴുവൻ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുവാനാണ് കസ്റ്റംസ് നീക്കം. പരിശോധന തുടരുന്നതിനിടെ സംസ്ഥാനത്ത് നിന്ന് 20 ആഡംബര SUV വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമായി 11 വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 8 ഇടത്താണ് പരിശോധന ഒരേ സമയം നടത്തുന്നത്. നടന്മാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും വാഹനം വാങ്ങിയെന്ന വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സെൻട്രൽ സിൽക്ക് ബോർഡ് മെമ്പർ സെക്രട്ടറി എന്നിവരാണ് വാഹനം വാങ്ങിയവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 2 വാഹനങ്ങളും ഇപ്പോൾ ബംഗളൂരുവിലാണ് ഉള്ളത്. കസ്റ്റംസ് നികുതി അടക്കം തട്ടിപ്പ് നടത്തി വാഹനങ്ങൾ അനധികൃതമായി ഇറക്കുമതി ചെയ്തുവെന്ന കണ്ടെത്തലിലാണ് അന്വേഷണം നടക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഇന്ന് വൈകിട്ട് 6:30 കൊച്ചിയിൽ കസ്റ്റംസ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് ചുമതലയുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറാകും വാർത്താ സമ്മേളനം നടത്തുക. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് രാവിലെ നടത്തിയത്. പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്, ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. കൊച്ചി, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ 30 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നുണ്ട്. ചില വ്യവസായികളുടെയും ഇടനിലക്കാരുടെയും വീടുകളിലും ചില വാഹന ഷോറൂമുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് പ്രാഥമിക വിവരം. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUVകൾ, മഹീന്ദ്ര, ടാറ്റ ട്രക്കുകൾ എന്നിവ അടക്കം റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 198 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിറ്റത്. കേരളത്തിലെത്തിച്ച പല വാഹനങ്ങളും റീ രജിസ്റ്റർ ചെയ്ത് KL നമ്പറുകളാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്കാണ് ഭൂട്ടാൻ പട്ടാളം വാഹനങ്ങൾ ഒരുമിച്ച് വിറ്റത്. ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ
40 ലക്ഷം രൂപയ്ക്ക് വരെ മറച്ചുവിറ്റിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അഭിനയത്തൊഴിലാളികൾ വാഹന ടാക്സ് തട്ടിപ്പ് നടത്തി പിടിക്കപ്പെടുന്നത് കേരളത്തിൽ ഇത് ആദ്യമായിയാണോ? അല്ല. ഓപ്പറേഷൻ നുംകൂറിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്നത് ചലച്ചിത്ര താരങ്ങളടക്കം പ്രതികളായ പുതുശ്ശേരി വാഹന തട്ടിപ്പാണ്. നികുതി വെട്ടിക്കുവാനായി വ്യാജരേഖ ചമച്ച് കേരളത്തിലെ 2357 വാഹനങ്ങൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് 2019 കണ്ടെത്തിയിരുന്നു. നടനും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, നടൻ ഫഹദ് ഫാസിൽ, നടി അമല പോൾ ഉൾപ്പെടെയുള്ള അഭിനയത്തൊഴിലാളികളാണ് അന്ന് കേസിൽ പ്രതികളായത്. 2 കാറുകളുടെ രജിസ്ട്രേഷനിലാണ് കേസെടുത്തതെങ്കിലും ഒരു കാറിന്റെ കേസിലാണ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരൻ എന്ന രീതിയിലാണ് 2010 വാങ്ങിയ കാർ സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. വ്യാജ മേൽവിലാസത്തിലെ രജിസ്ട്രേഷനിലൂടെ 16 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. രജിസ്ട്രേഷനു വേണ്ടി വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. രേഖകൾ വ്യാജമാണെന്ന് സമ്മതിക്കുന്ന നോട്ടറിയുടെ മൊഴിയും സുരേഷ് ഗോപി തന്റെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനല്ലെന്ന കെട്ടിട ഉടമയുടെ മൊഴിയുമായിരുന്നു പ്രധാന തെളിവുകൾ. കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ഈ ക്രിമിനലിൽ നിന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ്. അഭിനയത്തൊഴിലാളികളായ ഫഹദ് ഫാസിലും അമല പോളും വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസിൽ പ്രതികളായിരുന്നുവെങ്കിലും പിന്നീട് ഇവരെ ഒഴിവാക്കി. ബംഗളൂരുവിൽ നിന്ന് വാഹനം വാങ്ങിയ അമല കേരളത്തിൽ എത്തിച്ചിട്ടില്ലാത്തതിനാൽ കേരള പോലീസിന് നടപടി സ്വീകരിക്കുവാനായില്ല. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വാഹനം വാങ്ങിയ ഫഹദ് തെറ്റു മനസ്സിലാക്കിയപ്പോൾ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും 19 ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും ചെയ്തു. കേസിൽ ഫഹദ് ഫാസിലിനെയും അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇളവുകൾ ലഭിക്കാറുണ്ട്. ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസമുണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും ശേഷം വാഹനം അതിർത്തി കടത്തി ഹിമാചലിൽ എത്തിച്ച് ഇന്ത്യൻ രജിസ്ട്രേഷനാക്കി മാറ്റുകയും തുടർന്ന് ഈ വണ്ടികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുകയാണ് റാക്കറ്റിൻ്റെ രീതി. പിന്നീട് നമ്പർ മാറ്റും എന്നതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഭരണകർത്താക്കളെ വെറുപ്പിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന അഭിനേതാക്കളും സംവിധായകരുമൊക്കെ ഒരു വണ്ടി മേടിക്കുമ്പോൾ പോലും നന്നായി സൂക്ഷിക്കണം എന്ന് സാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.